ഒരു നാട്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോയാൽ അവിടെ അറിയപ്പെടാത്തൊരു ഖബറുണ്ടെങ്കിൽ അവിടെ ചെന്ന് സിയാറത്തിന് മുമ്പ് പറയും ഈ ഖബറിലുള്ളത് ഇന്ന ആളാണ്. ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ്സിന് പോകുന്ന ആളാണല്ലോ. പല സ്ഥലത്തും പോ. മിഞ്ഞാന്ന് ക്ലാസ്സിന് പോയ സ്ഥലത്ത്, കർണാടകയിലെ ഒരു സ്ഥലത്ത് മിഞ്ഞാന്ന് പോയി. അവിടെ ചെന്നപ്പോ ഒരു മക്കാമുണ്ട്. ആ മക്കാമിൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കയറിയപ്പോ ശംസുലുലമ സിയാറത്തിന് വന്നിരുന്നു. സയ്യിദാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിന് ശേഷം അവര് ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ആളെ പേരൊക്കെ എഴുതിയിട്ട് സയ്യിദ് എന്ന് എഴുതിയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ മഹാനായ ഒരു കാലഘട്ടം, 20-ാം നൂറ്റാണ്ട്, എല്ലാ കാലത്തും എല്ലാ നൂറ്റാണ്ടിലും ഒരു മുജദ്ദിദ് ഉണ്ടായിരിക്കും. 20-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് ശംസുലുലമ റഹിമഹുല്ലാഹ്. ഔലിയാക്കൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സായിരീങ്ങൾ, മറ്റൊന്ന് വാസിലീങ്ങൾ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. സാറ എന്ന് പറഞ്ഞാൽ നടന്നു എന്നാണ് അർത്ഥം. സായിർ എന്ന് പറഞ്ഞാൽ നടക്കുന്നവർ എന്നാണ്. വസല എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു എന്നാണ് അർത്ഥം. വാസിലീങ്ങൾ എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നവർ എന്നാണ് അർത്ഥം. സായിരീങ്ങൾ എന്ന് പറഞ്ഞാൽ നടക്കുന്നവർ എന്ന് പറഞ്ഞാൽ പോയിക്കൊണ്ടിരിക്കുന്നവർ. ചില ആൾക്കാർ അങ്ങനെയൊക്കെ അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ് അവർ. സായിരീങ്ങൾക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ യാത്രക്ക് തടസ്സം നിൽക്കുന്ന ഒന്നിനെയും അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ ആൾക്കാരുടെ ഇടപഴകണ ഇഷ്ടമല്ല, ആൾക്കാരെ കാണുന്നത് ഇഷ്ടമല്ല, ആൾക്കാർ വരുന്നത് ഇഷ്ടമല്ല, ആൾക്കാർ കൈമ പിടിക്കുന്നത് ഇഷ്ടമല്ല, ആൾക്കാർ ദ്വാരക്കാൻ പറയുന്നത് ഇഷ്ടമല്ല, ആൾക്കാരെന്തേലും കൊടുക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ഉണ്ടാവും ഒരു കൂട്ടർ. അവർ സായിരീങ്ങൾ. വേറെ ഒന്നുണ്ട് വാസിലീങ്ങൾ എന്ന് പറയുന്നത്. അവർ അല്ലാഹുവിന്റെ അടുക്കൽ എത്തിച്ചേർന്ന് തിരിഞ്ഞു നിൽക്കുന്നവരാണ്. അവർക്കാണ് വാസിലീങ്ങൾ എന്ന് പറയുന്നത്. ഒരേ സമയത്ത് അവർക്ക് രണ്ട് മഖാം ഉണ്ടായിരിക്കും. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വന്തമായി കപ്പലുണ്ടായിരുന്ന കച്ചവടക്കാരനായിരുന്നു മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അതോടൊപ്പം ഔലിയാക്കളിൽ ഉന്നത സ്ഥാനമായ ഗൗസ് എന്ന സ്ഥാനത്തിന്റെ അധിപനുമാണ്.